വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ് അപ്പോൾ ഈ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു ഡയറി കുറിപ്പ് കാണാൻ പറ്റും. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുന്നുണ്ട്. എന്തിനെ പറ്റി പറയുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി. തൊട്ടടുത്ത പേജ് എടുക്കുമ്പോഴത്തേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയിട്ടും തൊട്ട് താഴെ പോർച്ചുഗീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അടുത്ത് നോക്കുമ്പോഴത്തേക്കും എന്താണ്? പോർച്ചുഗീസ് ഇന്ത്യയിലേക്ക് വന്ന കാര്യവും കുഞ്ഞലി മരക്കാറെ പറ്റിയിട്ട് പറയുന്നു. പിന്നെ എന്തിനെ പറ്റി പറയുന്നു? ഡച്ചിനെ പറ്റി പറയുന്നു, ഫ്രാൻസിനെ പറ്റി പറയുന്നു. അങ്ങനെ 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 പോവുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഒരു അറ്റത്ത് നമ്മൾ വായിച്ച് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. കാരണം നമുക്കറിയില്ല ഇതെന്താ സംഭവം എന്നല്ലേ. അപ്പോൾ എന്തോ ഒരു സംഭവം പണ്ട് നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് ഉണ്ട്. ഏഷ്യയിലാണ് ഇന്ത്യ ഉള്ളത്. അതുപോലെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു? കടൽ മാർഗ്ഗം ഇന്ത്യയിലോട്ട് വരുന്നു. മെയിനായിട്ട് അവരെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രേഡായിരുന്നു. സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നുള്ളതായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഇവർ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ആൾക്കാരെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രിട്ടീഷിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സമരമൊക്കെ ചെയ്തിട്ടാണ് പുറത്താക്കിയിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയാണ് ഈ പറയുന്ന യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യവും അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയിട്ടും ഇനി അവരിവിടെ അധികാരം പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യയിലുള്ളവർ എങ്ങനെയാണ് ചെറുത്ത് നിന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെറുതെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഹിസ്റ്ററിയാണ്, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഒരു കഥ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളൊരു കഥ. ഈ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ഒരു 2-3 പേജിലേക്കുള്ള പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാക്കി ടെക്സ്റ്റ് കൂടെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ഇത് ഈ കാണുന്നത് PDF നോട്ടാണ്. ഈ PDF നോട്ട് ഞാൻ അത്യാവശ്യം പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് നമ്മൾ ആ ഒരു കഥയിലോട്ട് പോവുകയാണ്. എന്താണ് ഇവിടെ ഈ യൂറോപ്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയിലോട്ട് വന്നതെന്നും അതിൻ്റെ കാരണങ്ങളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പഠിച്ചു വയ്ക്കാനായിട്ട് പോവുക. സോ ഇതാ ഈ കാണുന്നതാണ് ഏഷ്യ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ താഴെയായിട്ടാണ് ആരുള്ളത്? നമ്മൾ ഇന്ത്യയുള്ളത്. അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം നമ്മൾ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു കോണ്ടിനെൻ്റാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ യൂറോപ്പിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു 4 രാജ്യമുണ്ട്. ഒന്നിതാ ഈ സ്ഥലത്ത് കാണുന്ന പോർച്ചുഗീസ്, ഒന്ന് ഇവിടെ കാണുന്ന ബ്രിട്ടീഷ്, ഒന്ന് ഇവിടെ കാണുന്ന ഫ്രാൻസ്, പിന്നെ ഇവിടെ കാണുന്ന ഇന്ന് നെതർലാൻഡ് എന്ന് വിളിക്കും, പണ്ട് ഡച്ച് എന്ന് വിളിക്കുന്ന 4 രാജ്യങ്ങളുണ്ട്. ഈ 4 രാജ്യത്തുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വരുന്നത് എങ്ങനെയാണ്? എന്താ ഈ കാണുന്ന അറ്റ്ലാന്റിക് കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഇന്ത്യക്കും ഈ പറയുന്ന രാജ്യങ്ങൾക്കും ഇടയിൽ ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരിക്കും? കരമാർഗമായിരിക്കും. അതായത് ഈ പറയുന്ന ഭാഗത്ത് ചൈന എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഈ ചൈനയും ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ കാണുന്ന ആൾക്കാരാണ് അറബികൾ എന്ന് പറയുന്നത്. ആരെന്ന് പറയുന്നത്? അറബികൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, സൗദിയും ബഹ്റൈനും ഖത്തറും കുവൈറ്റും എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളടങ്ങുന്ന അറേബ്യ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും സാധനങ്ങളൊക്കെ ഈ അറബികൾ വാങ്ങിച്ച് എന്ത് ചെയ്യുമായിരുന്നു? യൂറോപ്പിലേക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. യൂറോപ്യന്മാർക്ക് ഇവിടെ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ട്, സിൽക്ക് അതുപോലെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ നല്ല വില കൊടുത്ത് എന്ത് ചെയ്യുമായിരുന്നു? അറബികൾ കഴിയുന്നത് വാങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും അവർക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കൂട്ടിയിട്ടായിരിക്കുമല്ലോ ഇവരിത് വിൽക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അവർക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തായിരുന്നു? ലാഭത്തിൽ സാധനങ്ങൾ കിട്ടുമായിരുന്നല്ലോ എന്നൊരു ചിന്ത യൂറോപ്യന്മാർക്കുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, അവർ തൽക്കാലം എന്ത് ചെയ്യുമായിരുന്നു? ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കരമാർഗം ഇങ്ങനത്തെ റൂട്ടിലല്ലേ വന്നുകൊണ്ടിരുന്നത്. ആ റൂട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതിനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ പേര് കണ്ടു കാണും അല്ലേ? ഇതുമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു ചെറിയ സ്ഥലമാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം തുർക്കികൾ എന്ത് ചെയ്യുന്നു? പിടിച്ചടക്കുന്നു. ഓക്കെ, തുർക്കി അഥവാ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇവിടം പിടിച്ചടക്കുന്നു. അതോടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യന്മാർക്ക് അത്ര സ്മൂത്തായിട്ട് ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ഒന്നും ട്രേഡ് നടത്താൻ പറ്റാതായി.
അപ്പോൾ അവരെന്താ വിചാരിച്ചത്, അന്നത്തെ കാലമാണ്, ഇതുപോലത്തെ മാപ്പൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന അറേബ്യയ്ക്കപ്പുറത്ത് ഒരു രാജ്യം ഉണ്ടെന്നറിയാം. അപ്പോൾ ആ രാജ്യം കരയിൽ കൂടെ പോകാനായിട്ട് ഇപ്പോൾ തുർക്കികൾ എന്ത് ചെയ്യുന്നില്ല, നേരെ അവനെ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ടാക്സ് കൊടുക്കണം. അപ്പോൾ അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കടൽ വഴി ഇന്ത്യയിലോട്ട് വരാമല്ലോ എന്ന് അവർ വിചാരിച്ചു. അപ്പോൾ എന്താണ്, ഭൂമി ഏതാണ്ട് വട്ടത്തിലാണെന്നുള്ള ഒരു സ്പെറിക്കലാണെന്നുള്ള കാര്യമൊക്കെ അന്ന് 1400കളുടെയൊക്കെ സമയമാണ്, 1300 1400. എന്നാൽ 1453 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഇപ്പോൾ വർഷം 2025. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവരെന്ത് ചെയ്തു, കടൽ വഴി ഇന്ത്യയിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കടൽ വഴി ഇന്ത്യ കണ്ടെത്താൻ പോകുന്നുണ്ട്. അങ്ങനെ പണ്ട് കണ്ടെത്താൻ പോയ ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ദേ ഇങ്ങോട്ട് പോയിട്ട് ഈ അമേരിക്ക കണ്ടെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ പോയെങ്കിലും എവിടെ ആയിരുന്നു ഉദ്ദേശം എന്നറിയാവോ, ഇന്ത്യയിലോട്ട് വരണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ പുള്ളിക്ക് എന്ത് തെറ്റി, വഴി തെറ്റിപ്പോയി. ഇങ്ങനെ കറങ്ങി വരേണ്ടതിന് വരെ പുള്ളി എന്ത് ചെയ്തത്, ഇങ്ങോട്ട് അങ്ങ് പോയി. അന്നാണേ GPS മാപ്പൊന്നും ഇല്ലല്ലോ. വഴി തെറ്റി എന്ത് പോയി, ഇതു അമേരിക്കയിൽ പോയി അമേരിക്ക കണ്ടെത്തി. അങ്ങനെ അമേരിക്ക കോളനിയാക്കാൻ തുടങ്ങിയവന്മാർ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വർഷം 1000 അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ യൂറോപ്പ് എന്താണ്, ഏഷ്യ എന്താണെന്നുള്ള ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്, കടൽ മാർഗ്ഗം ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടീം നമ്മുടെ പോർച്ചുഗലിൽ നിന്ന് പുറപ്പെടുന്നു. ഇവിടെ നിന്ന് പുറപ്പെടുന്നു, പോർച്ചുഗലിൽ നിന്ന് പുറപ്പെടുന്നു. ഓക്കെ, ഇതാണ് പോർച്ചുഗൽ. ഇന്ത്യയിലേക്ക് ആദ്യം വരുന്ന വിദേശീയരെന്ന് പറയുന്ന ആരാണ്, കടൽ മാർഗ്ഗം വരുന്ന വിദേശീയരെന്ന് പറയുന്ന ആരാണ്, ഇവിടെയുള്ള പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമ, നിങ്ങൾ കേട്ടിട്ടുള്ള പേര് തന്നെയാണ്. അപ്പോൾ വർഷം 1497. എപ്പോഴാണ്, 1497 ജൂലൈ 8 അവിടുത്തെ രാജാവായിരുന്നുള്ള മാനുവൽ എന്ത് ചെയ്യുന്നു, വാസ്കോ ഡ ഗാമയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, വാസ്കോ ഡ ഗാമയെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുറച്ച് കൂട്ടുകാരെയും അനിയന്മാരെയൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ട്രിപ്പ് പോകണം. ട്രിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടെത്തണം. ഇന്ത്യ കണ്ടെത്തിയാൽ പോലെ ഇന്ത്യ എന്ത് ചെയ്യണം, ഒരു ട്രേഡിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്തിട്ട് വേണം വരാനെന്ന് പറഞ്ഞ് ആരെ വിളിക്കുന്നു, വാസ്കോ ഡ ഗാമയെ വിളിക്കുന്നു. അപ്പോൾ വാസ്കോ ഡ ഗാമയും കൂട്ടുകാരും കൂടി ചേർന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു 3 കപ്പലിൽ, കറക്റ്റ് 4 ഉണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം പറയാം, 3 കപ്പൽ എന്ത് ചെയ്യാണ്, പുറപ്പെടുകയാണ്. 1497 ആര് പുറപ്പെടുന്നു, വാസ്കോ ഡ ഗാമ പുറപ്പെടുന്നു. കാരണം അവർക്കറിയാം, ഇവിടെ ഈ പറയുന്ന സ്ഥലം ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷാ മുനമ്പ് പറയുന്ന സ്ഥലം, ആഫ്രിക്കയുടെ അറ്റമാണിത്. ഇവിടം കടന്നിട്ടാണ് ഇന്ത്യയിലോട്ട് പോകേണ്ടതെന്നുള്ള അറിവ് ഇവർക്കുണ്ടായിരുന്നു. അതായത് പണ്ട് ഇവിടുന്ന് പുറപ്പെട്ട ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ആൾ, പേരൊന്നും പേടിക്കേണ്ട, ഞാൻ കഥ പറഞ്ഞു തരികയാണ്. ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഇവിടെ വരെ വന്നിട്ട് പണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇവിടെ വരെ പോകാനുള്ള വഴി അറിയാം, പക്ഷേ അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് പോകാനുള്ള എനിക്കറിയില്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം. വാസ്കോ ഡ ഗാമ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, 3 കപ്പലെടുക്കുന്നു. ഏതൊക്കെയാണ്, സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ എന്ന് പറയുന്ന 3 കപ്പൽ അവരെന്ത് ചെയ്യുന്നു, പുറപ്പെടുന്നു 1497. ഏതാണ്ട് 1 വർഷത്തോളം അവർ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെയൊക്കെ എത്തി കറങ്ങി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. എങ്ങോട്ട് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. വരുന്നത് എപ്പോഴാണ്, 1498 വരുന്നത് എവിടെയാണ്, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്, കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഇവർ വരുന്നത്. അപ്പോൾ കാപ്പാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്, സാമൂതിരിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമൂതിരിയുമായിട്ട് വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യുന്നു, വന്നിട്ട് പറയുന്നു, വാസ്കോ ഡ ഗാമ, ഞാൻ പോർച്ചുഗീസിൽ നിന്ന് വരുന്നതാണ്, ഇതാണ് എൻ്റെ കപ്പൽ, ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സുഗന്ധവ്യഞ്ജന സാധനമൊക്കെ ഞങ്ങൾക്ക് തരണം. വാസ്കോ ഡ ഗാമയും സാമൂതിരിയായിട്ട് പക്ഷേ എന്തോ അത്രയ്ക്കങ്ങ് ചേർന്ന് പോയില്ല. അതായത് വാസ്കോ ഡ ഗാമ വന്ന പാടെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വാസ്കോ ഡ ഗാമ ഇവിടെ വന്ന് കേരളത്തിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ മൊത്തം എന്താണ്, അറബികളുടെ കപ്പലൊക്കെ കിടക്കുന്നതായിട്ട് അയാൾ കണ്ടു. അത് അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്, മുകളിൽ ഈ പ്രശ്നം ആയതുകൊണ്ടാണല്ലോ ഇവരിങ്ങോട്ട് വന്നത്. അപ്പോൾ എന്ത് പറ്റി, ഇവർ പറഞ്ഞു, ഈ ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇവിടുത്തെ അറബികളെ അത്രയും അടിച്ച് പുറത്താക്കിയിട്ട് ഞങ്ങളുമായിട്ട് മാത്രം എന്ത് ചെയ്യണം, ട്രേഡ് നടത്തണമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ കഥ കേട്ട് വിചാരിക്കരുത്, ഈ ചാപ്റ്റർ ഫുള്ളിൻ്റെ ഒരു ചെറിയ ചുരുക്കമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്ത് ചെയ്യുന്നു, വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യുന്നു, സാമൂതിരിയായിട്ട് വന്നിട്ട് അത്ര നന്നായിട്ട് പോകുന്നത്. സാമൂതിരി പറയും, അതൊന്നും പറ്റില്ല, അറബികൾ ഇവിടെ ഉണ്ടാവും, നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങിച്ചുകൊണ്ട് പോകും, അല്ലാതെ അവന്മാർ പുറത്താക്കിയിട്ട് അങ്ങ് മൊണോപ്പൊളി പിടിക്കാമെന്ന് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വാസ്കോ ഡ ഗാമ എന്ത് പറയുന്നത്, താനുമായിട്ട് ബന്ധമില്ല, പോടോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തൊട്ട് മുകളിലോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു, തൊട്ട് മുകളിലോട്ട് പോകുന്നു. അതായത് ഇങ്ങോട്ട് ഈ പറയുന്ന കണ്ണൂരിലോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു, കണ്ണൂരിലോട്ട് പോയിട്ട് അവിടുത്തെ കോലത്തിരിയെ കാണും. കോലത്തിരിയെ കണ്ടിട്ട് പറയുന്നു, കോലത്തിരി എന്ത് ചെയ്യുക, എനിക്ക് കുറച്ച് സാധനം കുരുമുളകും സംഭവമൊക്കെ തരിക, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കൊണ്ട് ട്രേഡൊക്കെ നടത്താം, നിങ്ങൾക്ക് നല്ല കാശും സമ്മാനമൊക്കെ തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല സാമൂതിരിയായിട്ടും കോലത്തിരിക്ക് അത്ര നല്ല ബന്ധം അല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, വാസ്കോ ഡ ഗാമ അയാൾ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് വാസ്കോ ഡ ഗാമ തിരിച്ച് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് നേരെ കറങ്ങി എങ്ങോട്ട് പോവുകയാണ്, യൂറോപ്പിലോട്ട് 3 കപ്പലും പിന്നെ ഒരു കപ്പൽ, ചെറിയ കപ്പൽ നിറച്ചു സാധനങ്ങൾ നിറച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്.
അങ്ങനെ പോയി അവിടെ എത്തുന്ന വാസ്കോ ഡ ഗാമയ്ക്ക് എന്താണ് ഒരു 60-70% മുകളിലുള്ള ലാഭമാണ് കിട്ടുന്നത്. കാരണം എന്താണ്, ഈ പറയുന്ന ഇതുവഴി ഈ പറയുന്ന അറബികളുമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ചീപ്പ് റേറ്റിലാണ് എന്ത് കിട്ടിയത്, വാസ്കോ ഡ ഗാമയ്ക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കിട്ടിയത്. അത് യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് ഒരുപാട് കാശ് കിട്ടി. അപ്പോൾ ഇത് കണ്ട് എല്ലാവർക്കും അത്ഭുതമായി. അപ്പോൾ ഇന്ത്യയിലോട്ട് ഇങ്ങനെ കപ്പൽ വഴി വന്നു കഴിഞ്ഞാൽ സാധനങ്ങളും വാങ്ങാൻ കാശും ഉണ്ടാക്കാമെന്ന് ഇത്രയൊക്കെ ആണല്ലോ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കും. ഈ വഴി കൂടെയാണ് ആര് വരുന്നത്, നമ്മുടെ വാസ്കോ ഡ ഗാമ വരുന്നത്. അവിടെ പോർച്ചുഗൽ ലിസ്ബൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. ഇവിടെ പല സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് കോഴിക്കോട് എത്തുന്നു. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറ് ആദ്യം ഒക്കെ പറഞ്ഞത് പോർച്ചുഗലിനെ പറ്റിയിട്ടാണ്, പക്ഷേ ഇവിടെ കിടക്കുന്ന ആരാണ്, ഇവിടെ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി അല്ലേ. ഇതിവിടെ കിടന്നോട്ടെ, ഇത് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലോട്ട് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി തന്നിരിക്കുന്ന സാധനമാണ്. അതവിടെ കിടന്നോട്ടെ, നമുക്കത് പിന്നെ നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ പറയുന്ന യൂറോപ്യന്മാർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചത്. കടൽ മാർഗം ഇന്ത്യയിലോട്ട് വരാമെന്ന് വെച്ചാൽ കാരണം ഒരു വർഷത്തോളം എടുത്ത് ഒരുപാട് ചിലവൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലോട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. അപ്പോൾ എന്തിനാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലോട്ട് വരുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തിനായിരിക്കും യൂറോപ്യന്മാർ ഇന്ത്യയിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനായിരിക്കും, ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ദ റീസൺസ് ഫോർ ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലോട്ടുള്ള സീ റൂട്ട് കണ്ടുപിടിക്കാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. യൂറോപ്യന്മാർ കപ്പലുണ്ടാക്കാനും അതിലൂടെ ട്രേഡ് നടത്താനും യാത്ര ചെയ്യാനും ഒക്കെ മിടുക്കന്മാരായിരുന്നു. അവർക്ക് ജോഗ്രഫിയെ പറ്റി അറിയായിരുന്നു അല്ലേ. അതുകൊണ്ടല്ലേ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ കൊളംബസിന് തെറ്റിപ്പോയതും. അപ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടായിരുന്നു ജോഗ്രഫിയെ പറ്റിയിട്ട്. മാത്രമല്ല കോമ്പസും അതുപോലെ മാപ്പും ഒക്കെ നിർമ്മിക്കാൻ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് ബർത്തലോമിയോ ഡയസ് വന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് ഇപ്പുറത്താണെന്നൊക്കെയുള്ള ഐഡിയ അവർക്ക് അങ്ങനെയാണ് കിട്ടിയത്. മാത്രമല്ല ട്രാവൽ റൈറ്റിംഗ് ബൈ വോയേജേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ പറയുന്ന യാത്ര ചെയ്യുന്നത്, നമ്മൾ ഇപ്പോഴത്തെ വ്ളോഗർമാരുണ്ടല്ലോ, യൂട്യൂബ് വ്ളോഗർമാരെ പോലെ പണ്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, അവർ വോയേജ് നടത്തും, എന്ന് വെച്ചാൽ യാത്ര നടത്തും, എന്നിട്ട് വ്ളോഗിങ് നടത്തും. എങ്ങനെ, മൊബൈൽ വെച്ചിട്ടല്ല, അവർ ബുക്കിൽ എഴുതി വയ്ക്കും, ഇവിടെ പോയി ഇന്നത് കണ്ടു എന്നൊക്കെ കാര്യം എഴുതി വയ്ക്കും. അടുത്ത്, ഹൈ ഡിമാൻഡ് ഇൻ ദ യൂറോപ്പ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിരുന്നു. അത് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, കോൺക്വസ്റ്റ് ഓഫ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് മെയ്ഡ് ദ ലാൻഡ് റൂട്ട് അൺസേഫ്. കണ്ടോ, ഇതാണ് വിഷയം. കണ്ടോ, തുർക്കികൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇവർക്ക് അതുവഴി വരാനുള്ളത് ബുദ്ധിമുട്ടായി. ഏഷ്യ ഹാഡ് ആൻഷ്യൻറ്റ് ട്രേഡ് ലിങ്ക് വിത്ത് യൂറോപ്പുമായിട്ട് പണ്ട് തൊട്ട് ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ഞാനിത് പറഞ്ഞു തന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തലയിൽ കയറുമായിരുന്നു. പക്ഷേ ഞാൻ കഥ പറഞ്ഞു തന്നിട്ട് ഇത് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ലേ ആ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ടെന്നും. അതായത് ഇവിടെയാണ് യൂറോപ്പ്, ഇവിടെയാണ് ഏഷ്യ, ലാൻഡ് വഴി എന്തായിരുന്നു, ബന്ധം ഉണ്ടായിരുന്നു. കണ്ടോ, അതാണ് ഫസ്റ്റ് വരേണ്ട പോയിന്റ്. ഏഷ്യ ഹാഡ് ആൻഷ്യൻറ്റ് ട്രേഡ് ലിങ്ക് വിത്ത് യൂറോപ്പ്. അങ്ങനെയുള്ള ട്രേഡ് ലിങ്കിനാണ് ആര് പറ്റുന്നത്, ഈ തുർക്കികൾ പണി വയ്ക്കുന്നത്. കോൺക്വസ്റ്റ് ഓഫ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് പറ്റുന്നു, ബൈ ദ ടർക്സ് മെയ്ഡ് ദ റൂട്ട് അൺസേഫ് ആയിട്ട് മാറുന്നു. പക്ഷേ ഇവർക്ക് എന്താണ്, ഇവർക്ക് ഈ പറയുന്ന പെപ്പർ സാധനമൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളതാണ്, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ വിചാരിച്ചു എന്താണ്, എന്നാൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കടൽ വഴി ആഫ്രിക്കയെ ചുറ്റി എന്ത് ചെയ്യാം, ഇന്ത്യയിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അതാണ് അവർക്ക് നല്ല കോമ്പസ് ഉണ്ട്, അവർക്ക് നല്ല മാപ്പുണ്ട്, അവർക്ക് ജോഗ്രഫിയുടെ നോളജും ഉണ്ട്. മാത്രമല്ല ഇവിടെ പണ്ട് സഞ്ചരിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കടൽ വഴി വരാൻ പറ്റുമെന്നും, ഈ അറബികൾ കപ്പലിൽ കൂടിയാണ് പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയകൾ വെച്ചിട്ട് അവർ എന്ത് ചെയ്തു, അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അവർ സീ റൂട്ട് വഴി ഇന്ത്യയിലോട്ട് എത്തി. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ എത്തിയത് ആരാണ്, നമ്മുടെ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ്. കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റുകളാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ പോയിന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങളുടെ മൈൻഡിൽ വരത്തില്ലേ? പണ്ടേ ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു, ഒന്നാമത്തെ പോയിന്റ്. ആ ട്രേഡ് ലിങ്ക് പണ്ടേ എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. പക്ഷേ എന്ത് പറ്റി, അവിടെ തുർക്കികൾ കയറി കോൺസ്റ്റാന്റിനോപ്പിൾ, കണ്ടോ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചടക്കുന്ന കാരണമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോഴാണ് 1497 എന്ത് ചെയ്യുന്നത്, യൂറോപ്പിൽ നിന്ന് കപ്പൽ വഴി വിടാനായിട്ട് മാനുവൽ രാജാവ് പറഞ്ഞു വിടുന്നത്. മാത്രമല്ല അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവർക്ക് വേറെ വഴി കണ്ടുപിടിക്കണം. അപ്പോൾ പണ്ട് ഇതുവഴി യാത്ര ചെയ്ത ആൾക്കാരുടെ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് അവർ വായിച്ചു നോക്കി. മാത്രമല്ല അവരുടെ കയ്യിലുള്ള കോമ്പസും ജോഗ്രഫിക്കൽ സ്കില്ലും ഒക്കെ ഉപയോഗിച്ച് അവരിങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, യൂറോപ്യന്മാർ അവരുടെ ടെക്നോളജിയും അവരുടെ സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് കപ്പൽ വഴി ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ കടൽ മാർഗ്ഗം എത്തിയ ആൾക്കാരാരാണ്, പോർച്ചുഗീസുകാർ ആണ്. ദേ വർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ബൈ സീ. അത് നയിച്ചിരുന്ന ആളാണ് ആര്, വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. കണ്ടോ, വാസ്കോ ഡ ഗാമ ലിസ്ബൺ തുറമുഖത്ത് വന്നിരിക്കുന്നു. ഈ പറയുന്ന ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, ദേ ഇങ്ങോട്ട് വരുന്നു. സംഭവം ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നോക്കിയേ,
വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. ഇന്ത്യയിലോട്ട് പോർച്ചുഗീസുകാർ വന്ന വരവിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നത്. കണ്ടോ, വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. 1498 വാസ്കോഡ ഗാമ കാപ്പാട് എത്തുന്നു കോഴിക്കോട് നിന്ന്. ദ അറൈവൽ പവ്ഡ് ദ വേ ഫോർ ദ യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ ഡോമിനൻസിന് കാരണം അതാണ്. കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചെന്ന് ആരായിരുന്നു, സാമൂതിരി ആയിരുന്നു. സാമറിൻ ഡൈനാസ്റ്റി എന്നിട്ട് സാമൂതിരി. ഈ പറയുന്ന അറബ്സ് ആയിരുന്നു എന്ത് ചെയ്തത്, അന്ന് കോഴിക്കോടിൻ്റെ ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് പറ്റി, പോർച്ചുഗീസ് അവരെ പുറത്താക്കാൻ പറഞ്ഞു. അപ്പോൾ സാമൂതിരി പറഞ്ഞു എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി, ഈ പറയുന്ന എക്സ്പെൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അവസരം കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, വാസ്കോഡ ഗാമയ്ക്ക് അത് പിടിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു, നേരെ കോലത്തിരിയെ പോയി കണ്ടു. കണ്ണൂരിലെ കോലത്തിരിയെ പോയി കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് റിട്ടേൺ ചെയ്തു. എന്ത് ചെയ്തു, ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഞാനിവിടെ പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിൽ കിട്ടുന്നില്ലേ. അപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ യൂറോപ്യന്മാരാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസ് ആണ്. അത് നയിച്ചതാരാണ്, വാസ്കോഡ ഗാമയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ എത്തുന്നത്, കോഴിക്കോടാണ് എത്തുന്നത്. കോഴിക്കോട് ഇതുവഴിയാണ് എത്തുന്നത്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കഴിഞ്ഞ് ഇന്ത്യൻ ഓഷനിലൂടെ അവർ എത്തുന്നു. അങ്ങനെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്നത്, അവരുടെ ഡോമിനൻസ് ആരംഭിക്കുന്നത്. എപ്പോഴാണ് എത്തുന്നത്, 1498 വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, കോഴിക്കോട് കാപ്പാട് എത്തുന്നത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്, അത് സാമൂതിരിയാണ്. സാമൂതിരി എന്താണ്, അറബികളുമായിട്ട് നല്ല ടൈപ്പിലായിരുന്നു. അപ്പോൾ അതെന്താണ്, സാമൂതിരി അറബികളെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. സോ സാമൂതിരി റിജക്റ്റഡ് ദ പോർച്ചുഗൽ ഡിമാൻഡ്. സാമറിൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഡിമാൻഡ് ടു എക്സ്പെൽ ദ അറബ് ആൻഡ് ഗേവ് ദ എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അപ്പോൾ എന്ത് പറ്റി, വാസ്കോഡ ഗാമ തൊട്ട് മുകളിലുള്ള കണ്ണൂരിലോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ രാജാവിനെ കോലത്തിരി എന്നാണ് വിളിക്കുന്നത്. കോലത്തിരി രാജാവിനെ കണ്ടിട്ട് പെർമിഷൻ വാങ്ങിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പോർച്ചുഗലിലേക്ക് തിരിച്ചു. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് തിരിച്ചത്. എന്താണ്, പെപ്പറും സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ചു. അങ്ങനെ എത്തിയപ്പോൾ നോക്കിയേ, 60 മടങ്ങ് ലാഭമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒറ്റ ജേർണി കൊണ്ട് ആർക്ക് കിട്ടിയത്, നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് കിട്ടിയത്. കണ്ടോ, ദ പ്രോഫിറ്റ് ജനറേറ്റഡ് ഇൻ ദ ജേർണി എൻകറേജ്ഡ് ദ പോർച്ചുഗീസ് ടു മേക്ക് സിമിലർ കൊമേഴ്ഷ്യൽ ട്രിപ്പ് ടു ഇന്ത്യ. കണ്ടോ, ലാഭം കണ്ട് കണ്ണ് മഞ്ഞളിച്ച യൂറോപ്യന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ കപ്പലുകളും എടുത്തുകൊണ്ട് ഇന്ത്യയിലോട്ട് അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് പോർച്ചുഗീസ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. ആദ്യം വന്ന പോർച്ചുഗീസ് ആയതുകൊണ്ട് അവർ സാമൂതിരിയുമായിട്ട് പണ്ട് തൊട്ടേ അടിയായിരുന്നു. എങ്കിലും അവർ എന്ത് ചെയ്യുമായിരുന്നു, ഇനി ബാക്കി കഥ പറയാം. സാമൂതിരിയായിട്ട് പ്രശ്നമാണ്. ഇവർ വേണ്ടാതെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വരുന്നുണ്ട്, പല ആൾക്കാർ വരുന്നുണ്ട്, കബ്രാളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട്, അത് ഇപ്പം ഞാൻ പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അങ്ങനെ നമ്മുടെ കേരളം എന്താ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോഴിക്കോട് സാമൂതിരി, ഇവിടെ കോലത്തിരി, ഇവിടെ കൊച്ചി, ഇവിടെ തിരുവിതാംകൂർ ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവർ വന്നത് ഇവിടെയായിരുന്നു, കോഴിക്കോട് സാമൂതിരിയാണ്. പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, നേരെ കോലത്തിരിയെ കണ്ടു. കോലത്തിരിയിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി. അടുത്ത് രണ്ടാമത് വന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചിയിലോട്ട് പോകുന്നുണ്ട്. കൊച്ചിയിലോട്ട് പോയിട്ട് കൊച്ചി രാജാവുമായിട്ട് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചി രാജാവാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു, എന്താണ്, ഈ പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂറോപ്യൻ ഗിഫ്റ്റൊക്കെ കിട്ടി കണ്ണ് മഞ്ഞളിച്ച് നമ്മുടെ കൊച്ചി രാജാവ് എന്ത് ചെയ്യുന്നു, പോർച്ചുഗീസുമായിട്ട് ഭയങ്കര ഐക്യത്തിലാവുന്നു. അങ്ങനെ ആദ്യം തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ സമ്മതിക്കുകയാണ്, ഒരു കോട്ടയൊക്കെ അവർക്ക് പണിയാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. ഒക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നു. ആര് പ്രശ്നം ഉണ്ടാക്കുന്നു, സാമൂതിരി പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവരിവിടെ കിടന്ന് ഈ കടലിൽ കിടന്ന് അത്രയ്ക്ക് ഇങ്ങനെ കിടന്ന് റോള് കാണിക്കുന്ന സാമൂതിരിക്ക് പിടിച്ചില്ല. അപ്പോൾ സാമൂതിരിക്ക് ഒരു കപ്പൽ പടയുണ്ടായിരുന്നു. ആ കപ്പൽ പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന് വെച്ചാൽ അതൊരു സ്ഥാനപ്പേരാണ്. ഓക്കെ, കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ്. 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുഞ്ഞാലി 1, 2, 3, 4. ഇതിൽ 4ാമത്തെ കുഞ്ഞാലി മരക്കാരുടെ കഥയാണ് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച് നിങ്ങൾ സിനിമയിൽ കണ്ടത്. ബാക്കി 3 ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും എന്തായിരുന്നു, കടലിൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ വേറെ റേഞ്ചാണ്, വേറെ ലെവലാണ്. എന്താണ്, ഈ പറയുന്ന പോർച്ചുഗീസിൻ്റെ കപ്പലിനെയൊക്കെ ഇവരെന്ത് ചെയ്യും, ഇവർ നല്ല ഈ ചെറിയ ബോട്ടുകളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്ത് പോർച്ചുഗീസുകാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അവർ സാമൂതിരിയെ കണ്ടിട്ട് എന്ത് ചെയ്യുകയാണ്, സന്ധിയൊക്കെ ഉണ്ടാക്കുകയാണ്. അതായത് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതായത് ഒരൊറ്റ കപ്പലിനെ അവർ എന്ത് ചെയ്യത്തില്ല, കേരളത്തിൻ്റെ തീരത്തടുപ്പിക്കാൻ നമ്മുടെ കുഞ്ഞാലി മരക്കാരൻ ടീം സമ്മതിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നു ആര്, കുഞ്ഞാലി മരക്കാന്മാരെന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ എന്ത് പറ്റും, ഇവർ പോർച്ചുഗീസുകാർ വന്നിട്ട് മറ്റ് കോലത്തിരിയായിട്ടും കൊച്ചിയുമായിട്ടും തിരുവിതാംകൂറുമായിട്ട് അധികം ബന്ധമുള്ളതിനെ പറ്റി പറയുന്നില്ല, ഇവർ രണ്ടുപേരുമായിട്ടൊക്കെ നല്ല ടൈപ്പ് ആവുകയും അങ്ങനെ പതുക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന സാമൂതിരിയായിട്ടും ടൈപ്പൊക്കെ ആവുന്നു. അവസാനം സാമൂതിരിയും ഈ പറയുന്ന ആരുമായിട്ട് കുഞ്ഞാലി മരക്കാർ 4ാമനുമായിട്ടൊക്കെ തെറ്റുകയും അവർ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യും, ഇവിടെ നേരെ ഗോവയിലൊക്കെ പോയിട്ട് ടെറിട്ടറിയൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് അവർ ഏതാണ്ട് സ്ട്രോങ് ആവും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ കുഞ്ഞാലി മരക്കാർ ഏതാണ്ട് 4ാമത്തെ സമയമാകുമ്പോഴത്തേക്കും ഈ 4ാമനെ ഇവരെന്ത് ചെയ്യും, പിടിക്കുകയും
ഗോവയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ സിനിമയിൽ കണ്ട കാര്യം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ പോർച്ചുഗീസ് had faced stiff resistance from കുഞ്ഞാലി മരയ്ക്കാർ, who were the naval chief of the Samari. ആഫ്റ്റർ ദ ഇറ ഓഫ് കുഞ്ഞാലി മരയ്ക്കാർ, ഏതാണ് 4 ജനറേഷനോളം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റും, പോർച്ചുഗീസിൻ്റെ വിഷയങ്ങൾ തീരും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോഴത്തേക്കും മറ്റേ ഡച്ച് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ നെതർലാൻഡുകാർ, അവർ വന്നിട്ടുണ്ടാവും. അതുപോലെ എന്താണ് നമ്മുടെ ഫ്രാൻസ് വന്നിട്ടുണ്ടാവും, ബ്രിട്ടീഷും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. സോ ഇതാണ് കുഞ്ഞാലി മരയ്ക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചാലിയം കോട്ടയൊക്കെ പിടിച്ചടക്കുന്നുണ്ട്. ആര്, കുഞ്ഞാലി മരയ്ക്കന്മാർ ആരെ കയ്യിൽ നിന്ന്, പോർച്ചുഗീസുകാരെ കയ്യിൽ നിന്ന് പിടിച്ചടക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോട്ടെ, നമുക്ക് അതിലോട്ട് വരണ്ട. സിനിമ കണ്ട ഓർമ്മയൊക്കെ മതിയാവും. ഇനി നോക്കിക്കോ, ഇനി പോർച്ചുഗീസുകാരുടെ ചരിത്രം തീരുകയാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാർ നമുക്ക് എന്തൊക്കെ തന്നു എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് വിത്ത് സാമറിൻ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, മൊണോപ്പൊളി അലോ ചെയ്തില്ല. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആരെ ഇറക്കി, കുഞ്ഞാലി മരയ്ക്കന്മാരെ ഇറക്കി. പോർച്ചുഗീസിന് പണി കിട്ടി, സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി. പക്ഷേ അവരുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ചതിയിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഒതുക്കിയിട്ട് വരുന്നുണ്ട്. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്ന ഈ സാധനം, മേശ, കസേര, അലമാര, ജനാല, പേന, ഇത് ചാക്കാന്ന് തോന്നുന്നു. ഈ വാക്കൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാവോ? ഇതൊന്നും മലയാളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വാക്കുകളല്ല. ഇതൊക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതായത് അവരിവിടെ വന്നിട്ട് ട്രേഡ് നടത്തുകയാണ്, ഇവിടെ കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ പണിയുന്നുണ്ട്. അല്ലാതെ നമുക്ക് നല്ലതൊന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറങ്കിമാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറങ്കിമാവ്. കോട്ടെ പൈനാപ്പിൾ കേട്ടിട്ടുണ്ടോ? പറങ്കിയാണ്ടി എന്ന് പറയുന്ന സാധനമല്ലേ നമ്മുടെ കാഷ്യൂ നട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുന്ന ആരാണ്? ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അവർ കുറച്ച് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പോർച്ചുഗീസിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മേശ എന്ന വാക്ക്, കസേര എന്ന വാക്ക്, അലമാര എന്ന വാക്ക്, ജനാല, പേന, ഇത് ചാക്കാന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഈ പറയുന്നത് പോർച്ചുഗീസിൽ നിന്നാണ്. ഓർത്ത് വയ്ക്കുക അല്ലേ. മേശ, കസേര, പേന നമുക്ക് പഠിക്കാതിരിക്കുമ്പോൾ വേണ്ട 3 സാധനങ്ങളാണ് അല്ലേ. നമ്മുടെ ബുക്കൊക്കെ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് എവിടെയാണ്? അലമാരയാണ്. പഠിക്കാൻ നമുക്ക് എപ്പോഴും പറ്റുന്ന സ്ഥലം എന്താണ്? ജനലിനടുത്തിരുന്ന് പഠിക്കാനാണ്, കാറ്റൊക്കെ കിട്ടും അല്ലേ. ചാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ അതാണെന്ത്, മേശ, കസേര, ജനാല അല്ലേ. മേശയും കസേരയും എടുത്ത് പേനയും എടുത്ത് അലമാരയ്ക്കകത്ത് നിന്ന് ജനാലയുടെ അടുത്ത് പോയിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. തീരുന്നില്ല. ഇതാ കണ്ടോ, ഇതാണെന്ത്, മാനുവൽ കോട്ടയുടെ ഒരു ഭാഗമാണ് മാനുവൽ കോട്ട. പോർച്ചുഗീസുകാർ ഇവിടെ പണിയുന്ന ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. പഠിക്കാം. എന്ന് നോക്കിയോ, കാഷ്യൂ നട്ട് അഥവാ പറങ്കിമാവ്, അതുപോലെ പപ്പായ ഉണ്ടല്ലോ, പപ്പായ, അതുപോലെ നമ്മുടെ പേരയ്ക്ക, പൈനാപ്പിൾ, ഇതൊക്കെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അവരാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുണമൊന്നുമില്ലെന്നും പറയണ്ട, എന്നാൽ ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ പണിയും ഉണ്ട്. അപ്പോൾ നോക്കിയോ, ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ പണിയുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ ആണ്. ഇനി ഞാൻ പറഞ്ഞു ആ സമയം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, കൊച്ചിയിലും ഗോവയിലും ഡാമൻ ആൻഡ് ഡ്യൂ എവിടെ എന്നറിയാവോ? നമ്മുടെ ഗുജറാത്ത് ഉണ്ടല്ലോ, ഗുജറാത്തിൽ നിന്ന് ഈ വരുന്ന ഈ ഒരു ഭാഗത്താണ് ഡാമൻ ആൻഡ് ഡ്യൂ ഉള്ളത്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, പോർച്ചുഗീസുകാർ സ്ഥലം വാങ്ങുന്നുണ്ട്. ഇനി അവരിവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻറ്റിംഗ് ടെക്നോളജി അവരിവിടെ എന്ത് ചെയ്തു, പോപ്പുലറൈസ് ചെയ്തു. ചവിട്ട് നാടകം, അതുപോലെ എന്താണ് മാർഗം കളി പോലെയുള്ള കലാരൂപങ്ങൾ ഇവിടെ വന്നത് പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസിലാണ്. അതുപോലെ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണ രീതി ഇവരിവിടെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതുപോലെ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ കടൽ വരെ അവർ ടെക്നോളജിക്കലി നമ്മളെക്കാളും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വാർ ടാക്ടിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്നുണ്ട്, യുദ്ധതന്ത്രങ്ങളൊക്കെ. മാത്രമല്ല ക്രിസ്തു മതം ഇവിടെ കൊണ്ടുവരുന്നതും എന്ത് ചെയ്യുന്നതും അവരാണ്. ക്രിസ്തു മതം പണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന AD 52 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രിസ്തു മതം പ്രചരിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയല്ല, അതിനെ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്ത്. കാരണം മിശ്ര കോളനി നയോ എന്നൊക്കെ പറഞ്ഞിട്ട് പോർച്ചുഗീസുകാരെ കൊണ്ട് ഇന്ത്യയിലെ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട, എന്നാലും ഉണ്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ഇവിടെ അവരുമായിട്ടൊരു മിക്സിങ് വരികയും അങ്ങനെ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്തു മതം ഇവിടെ കുറച്ചുകൂടി ഫ്ലറിഷ് ആവുന്നത് പോർച്ചുഗീസുകാരുടെ സമയത്താണെന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ. ആദ്യത്തെ കോട്ട പണിതു എവിടെയാണ്? ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ. അതുപോലെ കൊച്ചി, ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂവിൽ അവർ എന്ത് ചെയ്യുന്നു, സ്ഥലങ്ങൾ വാങ്ങുന്നു, അധികാരമെടുക്കുന്നു, ബിൽഡിങ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ പോകുന്നു. പ്രിൻറ്റിംഗ് ടെക്നോളജി പോപ്പുലറൈസ് ചെയ്യുന്നു. ചവിട്ട് നാടകവും മാർഗം കളിയും കൊണ്ടുവരുന്നു. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ കൊണ്ടുവരുന്നു. അതുപോലെ എന്താണ് വാർ ടാക്ടിക്സിലും യൂറോപ്യൻ വെപ്പൺസ്, തോക്കും സാധനമൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അല്ലേ, എന്താണ് ക്രിസ്തു മതം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നമുക്കറിയാം. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നമുക്ക് നല്ല നോളജൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആര്? ഈ പറയുന്ന പോർച്ചുഗീസുകാർ. അപ്പോൾ നല്ലതുകൊണ്ട് പിന്നെ നമ്മളെ ഭരിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് അത്ര പിടിച്ചില്ലെന്നേ ഉള്ളൂ. സോ ഈ ഒരു ടേബിൾ എന്താണ്, ഈ ഒരു ടേബിൾ നിങ്ങൾക്കൊന്ന് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്, ഞാനതിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്ത് എന്തൊക്കെ അവർ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് മാനുവൽ കൊണ്ടുവന്നു, അതുപോലെ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി.
കൃഷിയിൽ എന്ത് വന്നു? കാഷ്യൂ നട്ടും അതുപോലെ മറ്റ് പല പല വിളകൾ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പ്രിൻറ്റിംഗ് ടെക്നോളജി കൊണ്ടുവന്നു, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന അറിവിൻ്റെ മേഖലയിൽ അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. കൾച്ചറൽ മേഖലയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ചവിട്ട് നാടകം, മാർഗ്ഗംകളി പോലെയുള്ള പല പുതിയ കലാരൂപങ്ങൾ ഇവിടെ വരാനും പോർച്ചുഗീസുകാരുടെ വരവ് കാരണമായി. അങ്ങനെ പോർച്ചുഗീസുകാർ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തുന്ന മറ്റൊരു ടീമാണ് ആര്? ഡച്ച് എന്ന് പറയുന്നത്. ഡച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഡച്ച് എന്ന് പണ്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.